എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചക്കക്കുരു മാങ്ങായും ചെമ്മീനും കൂടെ വെക്കാനാണ്. അതിനായിട്ട് ഉണക്ക ചെമ്മീൻ്റെ ചെറിയൊരു 20 രൂപ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചീനിച്ചട്ടിയിലിട്ട് ചൂടാക്കിയെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കണ്ട, അല്ലാതെ തന്നെ നന്നായിട്ടങ്ങ് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ തലയും വാലും നമുക്ക് വേർപെടുത്തിയെടുക്കാം. ഞാനിവിടെ ഇത് കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിനകത്തോട്ട് ചക്കക്കുരു അരിഞ്ഞതും നമ്മുടെ മാങ്ങായും കൂടെ, പുളിക്ക് ആവശ്യമായ മാങ്ങായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുക്കണേ. ആ കഴുകിയെടുത്ത ചെമ്മീനും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ അടുപ്പിക്കാം കേട്ടോ. 2-3 അടിക്കാം. അവരവരുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാവേ. ഇനി ഇതിനുള്ള അരപ്പിനായിട്ട് തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചുവന്നുള്ളി, പിന്നെ നമ്മൾ മുമ്പേ എടുത്ത ചെമ്മീനില്ലേ, ചെമ്മീൻ്റെ തല, അത് നന്നായിട്ട് കഴുകി അതുകൂടി ഇതിൻ്റെ അകത്ത് അരയ്ക്കാവേ. ഇനി ഈ അരയ്ക്കാനെടുത്ത അരപ്പിലേക്ക് ഒരു 1/2 സ്പൂണിനടുത്ത് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവും ചെമ്മീനും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ചക്കക്കുരു എല്ലാം അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിയുമ്പം നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാവേ. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പം കടുകും ഉലുവായും ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം മൂപ്പിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചുണ്ട് തോരനൂടെ വെക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വാഴച്ചുണ്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. ഇനി ഇതിനായിട്ടുള്ള അരപ്പിനായിട്ട് തേങ്ങായും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാന്താരിമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചതച്ചെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ അരച്ചു വെച്ച അരപ്പൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഈ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്തെ വെള്ളമയം എല്ലാം പറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. അങ്ങനെ നമ്മുടെ വാഴച്ചുണ്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വാഴച്ചുണ്ട് തോരനും ചക്കക്കുരു മാങ്ങായും ചെമ്മീനും ചാറുകറി, പിന്നെ കുറച്ച് പപ്പടം. ഇപ്പം മീനൊക്കെ ഭയങ്കര ക്ഷാമം, എവിടെയെങ്ങും കിട്ടാനില്ലേ. അതുകൊണ്ട് ഈ ഉണക്കമീനൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.